പാല് ഇത്രയും ഇച്ചിരിയോടേക്ക് ഇത്രയും മതി. അയ്യോ വെള്ളം മതിയാവില്ലേ? അത്ര മതി. ചായപ്പൊടി അയ്യോ ഇത്ര വേണമായിരുന്നു. കുറച്ച് കൂടുതലാണ്. മതിയോ? എന്തത്? മക്കളെ എന്താ മുട്ടായി വേണ്ടേ? എന്തോ ചെയ്യണ്ട ഇവിടെ? ജോലി എടുക്കണം. ജോലി എടുക്കണം. ഇതൊക്കെ വെച്ച് പെട്ടെന്ന് ചെല്ലു. കയ്യും കാലൊക്കെ മുറി എടുത്ത് മാറ്റി പോയി. കയ്യും കാലും മുറിയാതല്ല ഞാൻ ചെയ്തോളാം. മക്കളിപ്പോ എന്തിനാ ഇത് വെട്ടി ഉണക്കി കൊടുക്കണത്? ഇതെന്തിനു മക്കളാ ഇതൊക്കെ വെട്ടി ഉണക്കി കൊടുക്കണത്? വെട്ടി ഉണക്കി കൊടുക്കാനെന്ന് എനിക്ക് ആം ചേച്ചി വീട്ടുജോലി ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് വീട്ടുജോലി ചെയ്യണം. അമ്മ ചേച്ചി വീട്ടുജോലി ചെയ്യണോ? ചെയ്യണോ? പറയില്ല കൈ മുറിയൊന്നും വിടാ അങ്ങോട്ട്. കൈ മുറിയൂ. മുറി മക്കളെ ചെയ്യേണ്ടത് വെച്ചിട്ട് പോവാ അങ്ങോട്ട്. അച്ഛാ ആം ചേച്ചി സപ്പോർട്ട് എന്നെ എന്ത് സപ്പോർട്ട് ചെയ്യാത്ത? എന്റെ പൊന്നു മക്കളെ, ആമി ചേച്ചി വലിയ കുട്ടിയല്ല, അതുപോലെയാണ് മക്കള്. എനിക്ക് ആം ചേച്ചി പോയി വലിയ ആളായി എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിന് മക്കൾ പഠിച്ച മാർക്ക് വാങ്ങിച്ച എല്ലാവരും സപ്പോർട്ട് ചെയ്യും വലിയ ആളാവുമ്പോ. അതിന് മാർക്കൊന്നും ഇല്ലല്ല, ട്യൂഷൻ ഒന്നും ഇല്ലല്ല. ട്യൂഷൻ ഇല്ലേ? പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുമല്ലോ, അത് മതി. ഇല്ല ഇന്നൊന്നും ഇല്ലല്ല. ഈർക്കിലെ കയ്യിലെ കൊള്ളു മാറത് കളാത് വേണ്ടത്. ഇത് ആരാണ് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞത്? സുമേഷാമൻ. കൊന്നത്തെങ്ങനെ കൊണ്ട് വലിയ ശല്യമായല്ല. സുമേഷ് ചോദിക്കട്ടെ, അവനെ വിളിച്ചു ചോദിക്കട്ടാ. ഈ കാര്യം തിരിക്കേ സുമേഷാമനാണ് നല്ലത്, അതാണ് ഞാൻ സുമേഷാമന്റെ അടുത്ത് പോയത്. തന്നെ അല്ലേ? അപ്പൊ അങ്ങനെ ഒന്നും കാണാതെ ഇത്രക്കട്ടെ സപ്പോർട്ട് ചെയ്യില്ലേ? എന്തോ ഉണ്ടല്ലേ സംഭവം? എന്താ കൊണ്ട് കൊടുത്തു കാണും? ഞാൻ ഒന്നും കൊടുത്തില്ല അച്ഛാ. കൊടുത്തില്ലേ? എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തായിരിക്കും. അച്ഛന്റെ ഷർട്ടിലും പോക്കറ്റിലും പൈസ ഇല്ലല്ല. അപ്പൊ തപ്പിയിരിക്കുന്നു പോയി. ഇല്ല അച്ഛാ. ഒന്നും ചെയ്യാതെ നമ്മൾ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്തോന്നോ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരൂല. അത് അച്ഛൻ സുമേഷാമനെ പാര വെക്കൂലേ? വെക്കും, ഞാൻ ഇനി വെക്കും. ഞാൻ പാര. അപ്പൊ തിരിച്ച് അച്ഛനെ പാര വെക്കാൻ കൂടെ നിക്കണോന്ന്. അവന്റെ കൂടെ നിക്കണോന്ന്? അപ്പൊ നീ സമ്മതിച്ചായിരിക്കും അല്ലേ? ഞാൻ സമ്മതിച്ചു. സമ്മതിച്ചു? നീ എന്റെ മോനല്ലേ, നീ അങ്ങനെ സമ്മതിക്കാമോ? പക്ഷെ ഞാൻ പറ്റിക്കാൻ വേണ്ടി സമ്മതിച്ചു അച്ഛാ. ഇവന് രണ്ടെണ്ണം പറ്റിക്കേണ്ട സമയം കഴിഞ്ഞ സുമേഷ് മാമൻ. മക്കളെ വാ ഇങ്ങോട്ട് വാ. അച്ഛൻ വേറെ ജോലി അച്ഛൻ തരാം. അത് ഈ മുട്ടായി തിന്നോണ്ട് വന്നാണ് ഇങ്ങോട്ട്. മുട്ടയെ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് വേറെ നല്ല ജോലി ചെയ്യാം. വാ നീയാണോ അവിടെ അടുക്കളയില്? ഇവിടത്തെ പരിപാടി? അപ്പൂപ്പാ ഈ സ്റ്റവിന് എന്തോ കേടുണ്ട്, ഓണാവുന്നില്ല. ഗ്യാസ് നല്ലോണം മണക്കുന്നില്ല. നീ ഇത് കത്തിക്കാൻ നോക്കിയാ? എനിക്കും തോന്നി ഈ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെന്ന്. ഇതിനെന്തോ വല്ല കേടുണ്ട് കേട്ടോ. നീ എന്തിനാ ഗ്യാസ് കത്തിക്കാൻ നോക്കിയത്? അപ്പൂപ്പന് ചായ ഉണ്ടാക്കി തരാൻ. അപ്പൂപ്പൻ ചായ ചോദിച്ചില്ലല്ലോ. അപ്പൂപ്പൻ ചോദിക്കാൻ തന്നെ ചായ ഉണ്ടാക്കി തരേണ്ട എന്റെ കടമയല്ലേ? മക്കളുടെ കടമയൊക്കെ അപ്പൂപ്പൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ കൊച്ചു പിള്ളേരെ ഈ ഗ്യാസും ലൈറ്റും ഒന്നും ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. എന്തോന്ന് അപ്പൂപ്പാ, എനിക്കെല്ലാം അറിയാം. ഞാൻ അതെ പാത്രത്തിൽ വെള്ളവും പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ച് നീ തിളപ്പിക്കാൻ പോവായിരുന്നു. ഇതെന്താ ഇത്? ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങള്. ഇതെന്താ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്? ഇങ്ങനെയല്ലേ ചായപ്പൊടി പാല് വെള്ളം ഒക്കെ ഇട്ടിട്ടുണ്ട്, നീ തിളപ്പിക്കണം. ഇങ്ങനെ ചായ ഉണ്ടാക്കണം നിന്നെ ആരാ പഠിപ്പിച്ചത്? ഞാൻ തന്നെ പഠിച്ച അപ്പൂപ്പ. എന്റെ പൊന്നു മോളെ, ഇങ്ങനെയൊന്നും അല്ല ചായ ഉണ്ടാക്കാനുള്ളത്. പിന്നെ അതിന് അപ്പൂപ്പനെ ചായ ഉണ്ടാക്കാൻ? പിന്നെ മോളെ, ഒരു പാത്രത്തില് നമുക്ക് ആവശ്യമുള്ള പാലും വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് അത് കത്തിക്കണം. അത് തിളച്ച് വരുമ്പോ നമ്മൾ ആവശ്യമുള്ള പഞ്ചസാരയും തേയിലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചായ റെഡി. അല്ല എനിക്കത് അറിയാനും നേരത്തെ. എന്നിട്ടാണ് ഇങ്ങനെ കാണിച്ചു വെച്ചതല്ലേ? അതിനൊരു പുതിയ പരീക്ഷണം നടത്തിയതാ. പക്ഷേ നിനക്ക് പരീക്ഷണം നടത്താനുള്ള ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇതേ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാ. ഓ, അല്ലെങ്കിൽ അപ്പൂപ്പന് ചായ ഉണ്ടാക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി. ചേട്ടാ, എനിക്ക് ചായ വേണോ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അപ്പൂപ്പന് വേണ്ടെങ്കിൽ വേണ്ട. അപ്പൂപ്പൻ പറഞ്ഞ പോലെ ഞാൻ ഒരു ചായ ഇട്ട് കുടിക്കട്ടു. അങ്ങനെ നീ ചായ ഒന്നും ഉണ്ടാക്കണ്ട മോളെ. നിനക്ക് ചായ വേണമെങ്കിൽ നീ അച്ഛമ്മടി പോയി പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. എന്തോന്ന് അപ്പൂപ്പ നിങ്ങൾ പറയുന്നത്? നീ എത്ര വലിയൊരു ആളല്ലേ, എനിക്കറിയാം ഒറ്റയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ. നീ എത്ര വലിയ ആള്? മാറി നിക്കപ്പോ പ്ലീസ്. ചുമ്മാ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് ചേട്ടാ. അവിടെ മാറിയിരിക്കാൻ. ചായ ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാത്ത വീട്ടുകാരെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ വീട്ടുകാർ അങ്ങനെ തന്നെ കേട്ടാ. നിനക്ക് ചായ വല്ലതും വേണോ?
വേണ്ട ഞാൻ ഇട്ട് തരാം. വേണ്ട അപ്പൂപ്പ. ആ. അതെ, ഉം. ലൈറ്റർ ഒന്നും എടുത്ത് ഗ്യാസ് കത്തിച്ചേക്കരുത്. എനിക്ക് വേണ്ട. ഓ, ആ എടുക്കുന്നില്ല. ശരി. ആവുന്നില്ലല്ലോ. ഡേയ്, എന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഗ്യാസ് ഓൺ ചെയ്യരുതെന്ന്. അതപ്പൂപ്പ ആ. ഞാനേ ഈ സ്റ്റൗവില് പ്ലേറ്റ് ഫിറ്റ് ആണോ നോക്കിയതാ. പിന്നെ എനിക്കല്ല മനസ്സിലായി. അതെ, നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് പറ്റിയ പണി അപ്പം പറഞ്ഞുതരാം. വേണ്ട വരാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? വേണ്ട. നീ എവിടെ നിൽക്കണം? ഇങ്ങോട്ടാ. വേണ്ട. പറഞ്ഞാ കേൾക്കാൻ വയ്യ കൊച്ചു പിള്ളേർക്ക്. കൊള്ളാമല്ലോ.